എന്ന് നീ പറയുന്നേ? ഗാതമോള് പോയിരിക്കുന്ന അയാളുടെ ഒപ്പമാണോ? അതെ മേഡം, പക്ഷേ അച്ഛൻ ഞാനാണെന്ന് കരുതിയാ ഗാന്ധിയെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. കൃഷ്ണ, എത്ര സിമ്പിൾ ആയിട്ട് നിനക്കത് പറയാൻ പറ്റുന്നേ? എന്തായാലും നമ്മൾ ഇത്രയും പരീക്ഷണമൊക്കെ നടത്തിയില്ലേ അമ്മേ? ഇതും കൂടി നമുക്കൊന്ന് പരീക്ഷ നോക്കാം. ഈ ഫോൺ അവൾക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അതോടെ നമ്മൾ അവളെ പിടിക്കും. അമ്മ വാ. അച്ഛൻ വരുന്നില്ലേ? പിന്നല്ലാതെ വരാം. ആ, അമ്മ തുടങ്ങി വെച്ചാലും മോള് തുടങ്ങി വെച്ചാലും പടി വീഴുന്നത് എനിക്കാണല്ലോ. വരാം വരാം. ഓ, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ? വാ ഇങ്ങോട്ട്. ഇത് ആരുടെ ഫോണാ? ചോദിച്ചു കേട്ടില്ലേ? ഇത് ആരുടെ ഫോണാണെന്ന്? ഇത് എന്റെ ഫോൺ തന്നെയാ. ഓ, എന്ന് വെച്ചാ നവീന്റെ ഭാര്യയായ ഗാഥയുടെ ഫോൺ. നിർമ്മലെ, ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ നാഗത്തറയിൽ വരാറുള്ള പൂജാരിയെ കാണിച്ചാലും മതി. സുമിത്രേ, കാണിക്കേണ്ടത് എന്റെ മോളെയാണോ അതോ സുമിത്രയുടെ മരുമോളെയാണോ എന്ന് ഞാൻ ഇപ്പൊ പറയാം. അല്ല, അവള് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നൊന്നും കേക്ക്. സുമിത്രേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ ഈ നിൽക്കുന്നവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് ഗാഥയാണോ അതോ മറ്റേ ഗാഥയാണോ? ആ സംശയം ഇപ്പൊ തീർക്കാൻ ഒരു മാർഗമുണ്ട്. നിർത്ത്. സംശയം തീർത്തിട്ട് എന്താ ഉദ്ദേശം? ഞങ്ങൾ സംശയിക്കുന്നത് പോലെ ഇത് മറ്റേ ഗാഥയാണെങ്കിൽ നവീനോട് അത് തുറന്നു പറയണം. എന്നിട്ട് ഇവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം. പറ്റുമോ? പറ്റും. പക്ഷേ ഇത് ഗാഥമോള് തന്നെ ആണെങ്കിലോ? സുമിത്ര പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. ഈ നിൽക്കുന്ന എന്റെ മരുമകളെ കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾ നടത്തുന്ന പരീക്ഷണത്തില് നിങ്ങൾ പരാജയപ്പെട്ടാൽ അച്ഛനും അമ്മയും മോളും കൂടി ഈ തറ മുഴുവൻ തുടച്ച് വൃത്തിയാക്കണം. ഗാർഡനിലെ പുല്ല് മുഴുവനും ചെത്തണം. വിഷുക്കണി ഒരുക്കുന്നതിന് മുൻപ് വീട് ക്ലീൻ ആക്കണം. പറ്റുമോ? മുമ്പ് തല്ലായിരുന്നു, ഇതിപ്പോ ഒരു വെറൈറ്റി ഉണ്ട്. താങ്ക്സ്. അമ്മായി, ഞങ്ങൾക്ക് സമ്മതോ. ഇനി കാര്യം പറയാം. ഗാഥയുടെ ഈ ഫോൺ ഫിംഗർ ലോക്കാ. ആ കൈകൊണ്ട് ഈ ഫിംഗർ ലോക്ക് ഇവളൊന്ന് അഴിക്കട്ടെ. ഇത്രേ ഉള്ളോ? ഗാഥമോളെ, അവർക്ക് ആ ലോക്ക് എടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. പാവങ്ങള് ചെന്ന് കിടന്നൊന്ന് ഉറങ്ങട്ടെ. എനിക്കങ്ങനെ ഇവരുടെ മുന്നിൽ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ട ലോക്ക് കഴിക്കുന്ന കാര്യം വന്നപ്പോ കുടുങ്ങിയത് കണ്ട. സുമിത്ര, അവളോട് പറ, ലോക്ക് കഴിക്കാൻ പറ. ലോക്ക് കഴിക്കാൻ പറ. ഇവളല്ല ഗാഥെങ്കിൽ പിന്നെ അവളെന്തിനാ പേടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? ഫോണിങ്ങി തന്നെ മോളെ, ഇതിന്റെ ലോക്ക് എടുത്തേ. ലോക്ക് എടുക്ക്. ഹലോ മമ്മി. അതവള് വെറുതെ പറയാ. ആ ഫോണിലേക്ക് കോളൊന്നും വന്നിട്ടില്ല. അതെ, അങ്ങനെ ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട. നീ ആ ഫോണിന്റെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് പോയാ മതി. ലോക്ക് എടുത്തതുകൊണ്ടല്ലേ ഇതിലേക്ക് കോള് വന്നത്? കോള് വന്നിട്ടില്ല. എന്നാ കേട്ടോ. മോളെ, ഹലോ മോളെ, എന്തു പറ്റി മോളെ? ഹലോ മോളെ. കേട്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും സംശയം മാറിയില്ലേ? അമ്മേ, ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവിടെ നിക്ക് നിർമ്മലേ. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ദേ എന്റെ മുമ്പിലേക്ക് വന്നു പോവരുത്.
ഏതായാലും മത്സരത്തിൽ നിങ്ങൾ തോറ്റല്ലോ. 3 പേരും പറഞ്ഞ പണിയങ്ങ് ചെയ്താ മതി. അതെങ്ങനെ തോറ്റു? അവള് ലോക്ക് ഓൺ ചെയ്തു. അമ്മായിക്ക് എങ്ങനെ അറിയാം? ലോക്ക് എടുത്തില്ലെങ്കിലും അതിലേക്ക് കോള് വരും. കോള് എടുക്കുകയും ചെയ്യാം. ഞാൻ നന്ദേട്ടനെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കണോ? മിക്കവാറും ഈ വിഷു ഇവിടെ ആഘോഷിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശോ, എന്റെ ദേഹത്തൊരു തല്ല് വീഴാതെ എല്ലാം അവസാനിച്ചു അല്ലേ? അത്രയ്ക്ക് ആശ്വാസമല്ലേ? എന്താ ആശ്വാസം? ഇനിയിപ്പൊ തറ തുടയ്ക്കണമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ തുടങ്ങിക്കോ. ഞാന് അല്ല പിന്നെ ഞാനോ? എനിക്ക് കുനിയാനൊന്നും പറ്റില്ല, നടുവേദനയാ. എന്തു ചെയ്യാന്ന്? നടുവേദന. അയ്യോ, എനിക്കൊട്ടും വയ്യ. നിങ്ങൾ നല്ല മനുഷ്യരാട്ടോ. എന്ത് പണി കിട്ടിയാലും അത് ഫുള്ളായിട്ട് എനിക്ക് കൂടെ തരുന്നുണ്ടല്ലോ അല്ലേ? മോള് ഫോൺ എടുത്തതാ, പിന്നൊന്നും കേൾക്കാനില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഹലോ മാഡം. കൃഷ്ണയോ? ഗാതമോളുടെ ഫോൺ എങ്ങനെയാ നിന്റെ കയ്യില്? ഗാദ ഇപ്പൊ ഇവിടെ ഇല്ല മാഡം. അവിടെ ഇല്ലേ? പിന്നെ മോൾ എവിടെ പോയി? ഞാൻ പറയുന്നതൊന്ന് മാഡം സമാധാനത്തോടു കൂടി കേൾക്കണം. എന്ത് നീ പറയുന്നേ? ഗാതമോള് പോയിരിക്കുന്ന അയാളുടെ ഒപ്പമാണോ? അതെ മാഡം. പക്ഷേ അച്ഛൻ ഞാനാണെന്ന് കരുതിയാ ഗാദയെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. കൃഷ്ണ, എത്ര സിമ്പിൾ ആയിട്ട് നിനക്കത് പറയാൻ പറ്റുന്നേ? എന്റെ മോളുടെ ജീവിതത്തിൽ നീ ഒരിക്കലും ഒരു ഭീഷണിയാവില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? എത്രയോ അവസരങ്ങളിൽ നീ അത് പാലിച്ചിട്ടുമുണ്ട്. ഇപ്പൊ എന്താ, ശ്രീനിവാസന്റെ അടുത്ത് ചെന്നപ്പോ തീരുമാനങ്ങളെല്ലാം പുതിയതായോ? നവീന്റെ കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചോ നീയാ? ഞാനിതുവരെ അച്ഛനോട് നവീനെ കുറിച്ചോ ഞങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളെ കുറിച്ചോ പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോ അതൊന്നും കേക്കണ്ട കൃഷ്ണ. എന്റെ ഗാതമോൾ ഇപ്പൊ എത്ര വലിയ അപകടത്തിലാണ് പെട്ടത്. അവളുടെ ജീവിതമാണ് നീ ഇപ്പൊ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാഡം, എന്നൊന്ന് വിശ്വസിക്കണം. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. മാഡം ടെൻഷൻ ആവണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങും. ഗാദയുടെ അടുത്തെത്തി ഗാദയ്ക്ക് പകരം അവിടെ നിന്ന് ഗാദയെ കളരിക്കൽ എത്തിക്കുകയും ചെയ്യും. എന്നൊന്ന് വിശ്വസിക്കും മാഡം. കൃഷ്ണ, സത്യം പറഞ്ഞ ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്റെ മോക്കൊന്നും സംഭവിക്കരുത്. ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് പോലും ഞാൻ നിന്നെ വിശ്വസിക്കുക.